ഏറ്റവും ഇത് ചാമ്പക്കയാണല്ലോ അല്ലേ, ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാട്ടോ, കായയാണ്, മുള്ളാത്ത. നമുക്ക് കാഴ്ച പോയി കഴിഞ്ഞാൽ ബാക്കി 4 സെൻസുകളും ആക്റ്റീവ് ആവും എന്നൊക്കെ, അത് ശരിയാണോ? കാഴ്ച പോകുന്നത് കൊണ്ട് മാത്രം ബാക്കി സെൻസസ് വികസിക്കില്ല എന്നുള്ളതാണ്. അത് മറ്റേതൊരു മിത്താണ്. അങ്ങനെ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുന്നതുകൊണ്ട് ചെവിയുടെ ശക്തിയും ഘ്രാണശക്തിയൊക്കെ വർദ്ധിക്കുന്നുള്ളത് ഒരു മിത്ത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിന് വേണ്ട വളരെ നല്ല ശക്തമായ ഒരു ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ മറ്റ് സെൻസസ് വികസിച്ച് വരുള്ളൂ. ചെടികൾക്കിടയിലുള്ളൊരു നടത്തമുണ്ടല്ലോ, അത് കിനസ്തെറ്റിക് സെൻസ് എന്ന് പറഞ്ഞിട്ട് കാഴ്ചയില്ലാത്തവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസാണ് കിനസ്തെറ്റിക് സെൻസ്. നമ്മളെല്ലാ മസിൽ മൂവ്മെൻറ്റ്സും റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സെൻസാണ്. അതാണ് ഒരു കാഴ്ചയില്ലാത്ത നടക്കാനൊക്കെ പ്രാപ്തനാക്കുന്നത്. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രമല്ല കൃഷി ചെയ്യേണ്ടത്, കൃഷി ഒരു ചികിത്സാവിധി കൂടിയാണ്. അങ്ങനെ കൃഷിയെ ഒരു ചികിത്സാരീതിയാക്കുന്ന ഒരു ഭക്ഷ്യവനത്തിലാണ് ഇന്നുള്ളത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് സത്യശീലൻ മാഷിൻ്റെ കൃഷിയിടത്തിലാണ്. എനിക്ക് 10 വയസ്സിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സൈറ്റ് പോകുന്നത്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കുളത്ത് കുളിക്കാൻ പോയി, കണ്ണിന് പ്രഷർ തട്ടിയിട്ട് അന്നാണ് ആ സൈറ്റ് പോയത്. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയപ്പോൾ എഴുതാനും വായിക്കാനും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. കാരണം എനിക്ക് എഴുത്തും വായനയും ഞാൻ അന്ന് തന്നെ കുറേ എനിക്ക് വായിക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. പക്ഷേ ഇനി എഴുതാനും വായിക്കാനും കഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അന്ന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞത് ഏറ്റവും പ്രധാനമായിട്ട് അന്നൊരു ദിവസമായിരുന്നു. പിന്നെ സർ സെയ്ദ് കോളേജിലാണ് ഡിഗ്രിക്ക് 84 യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക്, അന്നത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായി. പിന്നെ ബ്രണ്ണൻ കോളേജിൽ MA കഴിഞ്ഞു. B.Ed താഴെ ചൊവ്വ ഇവിടെ കഴിഞ്ഞു, ചൊവ്വക്കുള്ളൊരു സെൻറ്ററിൽ. പിന്നെ ഈ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊരു കോഴ്സ് ഞാൻ ചെയ്തത് കൽക്കട്ടയിലുള്ളൊരു രാമകൃഷ്ണ മിഷൻ ബ്ലൈൻഡ് ബോയ്സ് അക്കാഡമി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു. പിന്നീട് 96 PSC കിട്ടി. തിരുവനന്തപുരം, കാസർഗോഡ്, കുന്നംകുളം എല്ലാ സ്കൂളിലും വർക്ക് ചെയ്തു. കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തു. കൃഷിയെ ഒരു ചികിത്സാവിധിയാക്കി മാറ്റുന്ന ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയുണ്ട്. ആ ഒരു രീതിയിൽ അന്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കുറേ പരിശീലനമൊക്കെ മാഷ് നൽകുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എങ്ങനെ നമ്മുടെ ഈ 4 സെൻസുകളെ നമ്മൾ കൃഷിയിലൂടെ എങ്ങനെയാണ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റുന്നത്? സാധാരണ എനിക്ക് ചുറ്റുമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ തിരിച്ചറിയുന്നതിനാണ്, മറ്റ് സെൻസുകൾ ഉപയോഗിച്ച് തിരിച്ചറിയുന്നതിനാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറയാം. ഒന്ന് മൂവ് ചെയ്യുന്നതിന് മൊബിലിറ്റി എന്ന് പറയും. അതേസമയം എൻ്റെ ചുറ്റും എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിന് ഉള്ള സെൻസിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ വികസിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ഇപ്പോൾ ഒരു ധാരാളം ചെടികളുണ്ട്. ഞാനിപ്പോൾ ഒരു 10-100 ചെടികൾ, ഈ 10-15 സെൻറ്റ് സ്ഥലത്ത് ഒരു 100 ചെടികൾ എനിക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഓരോ ചെടിയുടെയും അടുത്ത് പോയി എനിക്കതിൻ്റെ ഒരു ചെറിയൊരു ഇല, പക്ഷേ ആ ഇല പറിക്കുമ്പോൾ പോലും എനിക്ക് വേദനയാണ്. പക്ഷേ സ്മെല്ല് ചെയ്ത് അറിയണമെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇല പൊട്ടിക്കും. ഇല പൊട്ടിച്ച് ചെറുകിനൊന്ന് മണത്ത് നോക്കിയാൽ എല്ലാം നമുക്ക് പല ചെടികൾക്ക് പല മണമാണ്. ഇനി പല റഫ്നെസ്സാണ്, ഓരോ മരത്തിനും അതിൻ്റെ റഫ്നെസ് ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനെ ഓരോ ചെടിക്കും ഓരോ ടെക്സ്ചർ ഡിഫറൻസാണ്. പിന്നെ ഷെയ്പ്പുകൾ, ഇലയുടെ ഷെയ്പ്പ് പല ചെടികൾക്കും, എല്ലാ ചെടികൾക്കും തന്നെ അതിൻ്റെ ഞരമ്പുകളുടെ വിന്യാസം ഇത് ഡിഫറെൻ്റാണ്. അങ്ങനെ നമ്മൾ ടാക്ടൈൽ സെൻസ്, പിന്നെ ഞാൻ പറഞ്ഞു സ്മെല്ല്, പിന്നെ ഓഡിറ്ററി സെൻസ്. നമ്മൾ ഓരോ മരത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഓഡിറ്ററി ഡിഫറൻസ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ചുറ്റും ഒരു ഓഡിറ്ററി എൻവയോൺമെൻറ്റ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഇതായിപ്പോൾ ഞാൻ മഴ പെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ആ മഴേനെ ഞാൻ ആസ്വദിക്കുന്നത്. കാരണം ഓരോ മരത്തിൻ്റെ മുകളിൽ വീഴുന്ന ഇലയുടെ ശബ്ദത്തിൻ്റെ വ്യത്യാസത്തിന് ഇതിനെപ്പറ്റിയുള്ളൊരു മൊത്തം ചിത്രം എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓഡിറ്ററി എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യത, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു തോട്ടത്തിൽ പോയി, അപ്പോൾ ഇവിടെ ഒരു കാറ്റ് വീശുന്നു, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഒരു സെൻസേഷൻ ഫീൽ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ശബ്ദ വ്യത്യാസം, പിന്നെ രുചി പറയേ വേണ്ട, ഓരോ പഴത്തിനും ഓരോ രുചിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ സെൻസിനെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ എല്ലാ സ്കൂളുകളിലും നമ്മളിങ്ങനെയുള്ള, അത് കാഴ്ചയില്ലാത്തവർക്ക് മാത്രമല്ല, കാഴ്ചയുള്ളവർക്ക് കൂടി ഇങ്ങനെയുള്ള തോട്ടങ്ങളോ എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റേ 4-5 സെൻസിനെ വികസിപ്പിക്കുന്നതോടൊപ്പം മറ്റേവരുടെ കാഴ്ചയും കൂടി വികസിപ്പിക്കുന്ന അത്ഭുതകരമായ ഒരു സാധ്യത തോട്ടങ്ങൾക്കുണ്ട്, പഴത്തോട്ടങ്ങൾക്ക്.
തീർച്ചയായിട്ടും ഉണ്ട്, കൃഷിക്കുണ്ട്. എൻ്റെ കൃഷിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ ഇത് ഒരു വളരെ എൻ്റെ ആദ്യത്തെ ഒരു ഇത് തന്നെ, ഞാൻ എഴുന്നേറ്റ് ഉടൻ ഇവിടെ കാണുന്ന ഈ കിണറിൽ നിന്ന് വേറെ തന്നെ ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 100 ചെടികൾക്ക് ഒരുമിച്ചത് നനയും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് ഫോറസ്റ്റിൽ എൻ്റെ ഭിന്നശേഷി വികസിപ്പിക്കപ്പെട്ടത് കാര്യമായിട്ടും ഈ ഡ്രിപ്പ് ഇറിഗേഷനിലാണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പിന്നെ രാവിലെ നമ്മളൊന്ന് താഴെ ഞാൻ പിന്നെ ശാരദയാണ് എന്നെ സഹായിക്കുന്നത്. ഇവിടെ വന്ന് ഓരോ ചെടികളും എങ്ങനെയുണ്ട്, ഏതെങ്കിലും ചെടിക്ക് വെള്ളം വീഴാതിരിക്കാം. അപ്പോൾ അത് സാധാരണ ഞാൻ ഇവിടെ വന്ന് ചെയ്യൽ ചിലപ്പോൾ ശാരദ ഇല്ലെങ്കിലും ഈ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ പൈപ്പ് ലൈൻ പിടിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഓരോ ചെടിയുടെ അടുത്തേക്കും എത്താൻ പറ്റും. എന്ത് കാണിച്ചു കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു സംതൃപ്തി. ഇനി ഫ്രൂട്ട്സ് ആണെങ്കിലും പിന്നെ ഒരു ചെടിയാണെങ്കിലും അതിന് അടിമുടി തൊട്ടും തലോടി ഇരുന്നിട്ട് പിന്നെ അത് എന്തിനൊരു കൗതുകം കാണുന്ന ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ കാഴ്ച പരിമിതിയുള്ള ഒരാൾ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് മാഷിങ്ങനെ ഒരു ഫുഡ് ഫോറസ്റ്റ് എന്നുള്ള കാഴ്ചപ്പാട് വന്നപ്പം ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അപ്പം ഞങ്ങൾ അവിടുന്ന് നമ്മുടെ സാധാരണ രീതിയിൽ ഞങ്ങളൊരു കൂട്ടായ്മയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ സന്ദർശിക്കുക ചെയ്തിട്ടാണ് ഇത്ര ഒരു കാര്യത്തിന് ഞങ്ങളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയത്. അപ്പം അത് പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് മാഷിക്ക് ഇതിൽ യാത്ര നടക്കാനും നോക്കണം. അപ്പോൾ ഫീൽഡ് നല്ല വൃത്തിയായിരിക്കണം, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട, പരിചയപ്പെട്ടിരിക്കേണ്ട, ഇങ്ങനെ ചിലർ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകം അറിഞ്ഞിരിക്കേണ്ട ഒരു മനുഷ്യനാണ് നമ്മളുടെ സത്യൻ മാഷ്. സത്യൻ മാഷിനുണ്ടായ കാഴ്ചയില്ലായ്മ എന്നുള്ളൊരു പരിമിതിയെക്കുറിച്ച് സത്യൻ മാഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യൻ മാഷിന് ഒന്നേ പറയാനുള്ളൂ. എന്താ മാഷെ പറയാനുള്ളത്? When the problem is accepted, it is solved. നമ്മൾ ഏത് പ്രശ്നത്തെയും അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരത്തിലേക്കുള്ള വഴി. ഇത് എനിക്ക് പറയാനുള്ളത്.